പ്രമേഹ രോഗ ചികിത്സയെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. അടുത്ത കാലം വരെ നമ്മുടെ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തെ നിയന്ത്രിച്ചു നിർത്തുക എന്നതായിരുന്നു പ്രമേഹ രോഗ ചികിത്സയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ 3 മാസത്തെ ആവറേജ് പരിശോധനയായ HbA1c നോക്കുമ്പോൾ അത് 7-ൽ താഴെയായിരിക്കണം. വളരെ കാലമായിട്ട് നമ്മൾ അങ്ങനെയാണ് പ്രമേഹ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് നടത്തിയ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഇത് മാത്രം പോരാ. അതായത് രക്തത്തിലെ പഞ്ചസാരയെ മാത്രം നിയന്ത്രിച്ച് നിർത്തിയാൽ പോരാ, അതിന് ഉപരിയായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഓർഗൻസിനെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവയവങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രമേഹം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. അതായത് പ്രമേഹത്തിന്റെ സങ്കീർണതകൾ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. കണ്ണിന്റെ കാഴ്ച പോകുന്നു, ഹാർട്ട് അറ്റാക്ക് ചിലർക്ക് വരുന്നു, ചിലർക്ക് സ്ട്രോക്ക് വരുന്നു, ചിലർക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു, ചിലരുടെ കാലിന്റെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നു, അല്ലെ കാല് തന്നെ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണതകളെ ഒഴിവാക്കുകയും നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ കേടുപാട് കൂടാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് പ്രമേഹ രോഗ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് ഇന്ന് കരുതുന്നത്. അപ്പോൾ അതിനു വേണ്ട ചില കാര്യങ്ങളും പ്രമേഹ രോഗികളും അതുപോലെ തന്നെ പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ചികിത്സകനും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണിനുണ്ടാകുന്ന റെട്ടിനോപ്പതി എന്ന രോഗാവസ്ഥയാണ്. അപ്പോൾ കണ്ണിന് റെട്ടിനോപ്പതി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ഒരു ചെക്കപ്പ് എല്ലാ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. ഒരു ഒപ്താൽമോളജി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ റെട്ടിനോപ്പതി ആരംഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ റെട്ടിനോപ്പതി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ ആരംഭത്തിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യാതെ അല്ലെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്താതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ്. ഈ പ്രമേഹം ഉള്ളവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 3 ഇരട്ടി കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ എല്ലാ പ്രമേഹ രോഗികൾക്കും ഉണ്ടായിരിക്കണം. അവരവരുടെ BP നിയന്ത്രിച്ച് നിർത്തണം. കൊളസ്ട്രോൾ നല്ലതായിട്ട് നിയന്ത്രിച്ച് നിർത്തണം, പ്രത്യേകിച്ച് LDL കൊളസ്ട്രോൾ. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തണം. ഒരു കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് വർഷത്തിൽ ഒരിക്കൽ പരിശോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊന്ന് കിഡ്നിക്കാണ്. കിഡ്നിക്ക് ഫെയിലിയർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് പലപ്പോഴും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത്. ഇന്ത്യയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളിൽ ഏതാണ്ട് 90% ആൾക്കാർക്കും പ്രമേഹം ഉള്ളതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കിഡ്നിക്ക് ഫെയിലിയർ വരാതിരിക്കണമെങ്കിൽ കിഡ്നിക്ക് രോഗം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ കണ്ടെത്തണം. കിഡ്നി രോഗം അല്ലെ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വളരെ ചെറിയ പരിശോധനകൾ മാത്രം മതി. അതായത് രക്തം പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുന്നു, യൂറിയയുടെ ലെവൽ കൂടുന്നു. ഏറ്റവും പ്രധാനം ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ എന്ന ഒരു പ്രോട്ടീൻ്റെ പരിശോധന ചെയ്യുവാണെങ്കിൽ അത് കൂടിയിരിക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് കിഡ്നി ഫെയിലിയർ അല്ലെ കിഡ്നിയെ ഡയബറ്റിസ് ബാധിച്ചു എന്ന് അല്ലെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തുവാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാം. കിഡ്നിക്ക് കൂടുതൽ ഡാമേജ് വരാതെ ഉള്ള ചികിത്സ ആ രോഗികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ നെഫ്രോളജി ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ പ്രമേഹം കൂടുതലായിട്ട് ബാധിക്കുന്ന മറ്റൊരു അവയവമാണ് നമ്മുടെ കാലുകൾ. കാലുകളിൽ ഉണ്ടാകുന്ന ഡയബറ്റിക് ഫുട്ട്, അത് കാലിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ വരുന്നു. ചിലപ്പോൾ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നു, ചിലപ്പോൾ പാദം മുറിച്ചു മാറ്റേണ്ടി വരുന്നു, ചിലപ്പോൾ കാല് മുട്ടിന് താഴെയോ മുട്ടിന് മുകളിലോ ഒക്കെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ഇതാണ് ഡയബറ്റിക് ഫുട്ട് വന്നാലുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ ഡയബറ്റിക് ഫുട്ട് വരാതെ നമ്മൾ നോക്കണം. അതായത് എല്ലാ ദിവസവും നിങ്ങൾ കണ്ണാടി ഉപയോഗിച്ച് നിങ്ങളുടെ പാദങ്ങൾ നോക്കി അവിടെ എന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടോ എന്ന് വിലയിരുത്തേണ്ടതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു സർജന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരേണ്ടതുമാണ്. കാലിൽ മുറിവുണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രമേഹ രോഗികൾ കാലിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ വേദനയോ ചിലപ്പോൾ എന്തെങ്കിലും വ്രണങ്ങളോ അല്ലെ നിറവ്യത്യാസമോ അല്ലെ നടക്കുമ്പോൾ വേദനയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു സർജനെ കാണിച്ച് അതിനുള്ള ചികിത്സ ചെയ്യേണ്ടതാണ്. അത് അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെയുള്ള വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നു, കാല് തന്നെ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സങ്കീർണതകളിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രമേഹമുള്ള പുരുഷന്മാർക്ക് ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
പ്രമേഹമുള്ള ഏതാണ്ട് 75% പുരുഷന്മാർക്കും ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രമേഹം നമ്മുടെ രക്തക്കൊഴലുകളെയാണ് ബാധിക്കുന്നത്. ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ രക്തക്കൊഴലുകളും അടഞ്ഞു പോകുന്നു, അല്ലെ അതിന്റെ വ്യാസം കുറഞ്ഞു പോകുന്നു. അങ്ങനെ വ്യാസം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് പുരുഷ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തഓട്ടവും കുറയുന്നു. അങ്ങനെ രക്തഓട്ടം കുറയുന്നത് കൊണ്ടാണ് അവർക്ക് ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉദാഹരണ പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രമേഹത്തെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുക, എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യുക. അപ്പം നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടം അല്പം വർദ്ധിക്കും. അതുപോലെ തന്നെ പുകവലിക്കുന്ന ഒരു പുകവലി തീർത്തും ഉപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ പുറത്തു നിർത്താൻ പറ്റുന്നവയാണ്. പിന്നെ മറ്റു പല ഇൻഫെക്ഷനുകളും പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വൈറൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഈ വക ഇൻഫെക്ഷൻ ഉണ്ടാകാതെ നോക്കേണ്ടതും പ്രമേഹ രോഗികളുടെ ഒരു കടമയാണ്. പിന്നെ ഇതൊരു മെറ്റബോളിക് ഡിസീസ് ആണെന്ന് നിങ്ങൾക്കറിയാം. പ്രമേഹം മെറ്റബോളിക് ആയിട്ട് പല വ്യത്യാസങ്ങളും പല ചേഞ്ചസുകളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പ്രമേഹമുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതും ചികിത്സിച്ച് കൂടുതലാകാതിരിക്കുവാനുള്ള മുൻകരുതലുകളും പ്രമേഹ രോഗികൾ എടുക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത വണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. മിക്ക പ്രമേഹ രോഗികൾക്കും വണ്ണം കൂടുതലാണ്. വണ്ണം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഷുഗർ കുറയുന്നതായിട്ടാണ് പലപ്പോഴും പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ഈ പ്രമേഹ രോഗ ചികിത്സയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ABC കൺട്രോൾ ആക്കുക എന്നുള്ളതാണ്. ABC എന്ന് നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എ എന്ന് പറഞ്ഞാൽ HbA1c ആണ്. അതായത് 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ ആവറേജ് നോക്കുന്ന പരിശോധന, അത് 7-ൽ താഴെ തന്നെ ആയിരിക്കണം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറാണ്. അത് 130-80 ലെവലിൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതാണ്. പിന്നെ സി എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. അതായത് LDL കൊളസ്ട്രോളിന്റെ അളവ് 100-ൽ താഴെ അല്ലെ 100-നോട് അടുത്ത് നിലനിർത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് പ്രമേഹ രോഗ ചികിത്സയുടെ പ്രധാന ലക്ഷ്യമായിട്ടാണ് ഇന്ന് കരുതുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.